ആസ് എ മാൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പാട്രിയാർക്കിയെ കുറിച്ച് പറയല്. കാരണം പാട്രിയാർക്കി നമ്മളെ മെന്നെ വുമനെ കൺട്രോൾ നിർത്താനുള്ള ഒരു സംഭവം, അതാണ് പാട്രിയാർക്കി. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് ആണുങ്ങളുടെ ശക്തി അതൊന്നുമല്ല, അത് ആണുങ്ങളുടെ വീക്ക്നെസ് ആണ് പാട്രിയാർക്കി. ആരുടെയും വീക്ക്നെസ് ആണ് പാട്രിയാർക്കി. പാട്രിയാർക്കി ഒരിക്കലും സ്ട്രെങ്ത് അല്ല, ഒരു ആണുങ്ങൾ കാണേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ അടിച്ചമർത്തലല്ല, ഇക്വാലിറ്റി ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ. അതുപോലെ തന്നെ പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മാത്രം എഫക്ട് ചെയ്യുന്ന സംഭവമല്ല, അത് ആണുങ്ങളെ എഫക്ട് ചെയ്യുന്നതാണ്. അതിപ്പോ കുറെ ആൾക്കാർ എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. നമ്മളെ ആണുങ്ങളുടെ മെന്റൽ ഹെൽത്ത് ആരും കെയർ ചെയ്യല്ലോ, ആണുങ്ങളുടെ മെന്റൽ ഹെൽത്ത് എന്താ ഇതില്ലേ, നമ്മൾക്കും കരയണ്ടേ. പക്ഷേ എന്താ പറയാ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെമിനിസം ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ടത് മെൻ ബി വൾണറബിൾ എന്ന് പറയുമ്പോൾ പോലും പറ്റൂല. നമ്മൾ ആണുങ്ങളാ, ഇത് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ പറയുന്നതിനെ കോൺട്രാഡിക്ട് ചെയ്യുന്നു, നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് കോൺട്രാഡിക്ട് ചെയ്യുന്നു. വളരെ വലിയ പൊട്ടത്തരാണ് അത്. ആസ് എ മാൻ എനിക്ക് ബാക്കിയുള്ള ആണുങ്ങളോട് പറയാനുള്ളത് ബി അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ സമൂഹത്തിലുള്ള വുമൺ ആണ് ഇവരൊക്കെ എല്ലാവരും, എല്ലാ സ്ത്രീകളും അവർ വുമൺ. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അവരെ സേഫ് ആയിട്ട് നിർത്താനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഡിഫെൻഡിങ് യുവർ സെൽഫ്. അവരൊരു കാര്യം പറഞ്ഞാല് നമ്മള് ആണുങ്ങൾ കാരണം അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ ആസ് എ മാൻ ഓക്കെ ഇങ്ങനെയാണ്, എന്റെ ഒരു വർഗത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. സോ ആസ് എ മാൻ ഞാൻ അതിൽ എന്താ പറയാ നിങ്ങൾ അനുഭവിച്ച സംഭവം ഞാൻ വേറെ സ്ത്രീക്ക് ആ ഒരു അനുഭവം കൊടുക്കില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്ക് കൊടുക്കുക, എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുക. അതാണ് അവർ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈക്വൽ വാല്യുവേഷൻ.